അയ്യപ്പൻ ഇപ്പോൾ സെലിബ്രിറ്റിയാണ്. ആരെ കൂടെ പോണമെന്ന് മാത്രം തീരുമാനിച്ചാൽ മതി. ഈ കേരളത്തിലെ സിനിമാ നടന്മാർക്ക് മോഹൻലാലിനെയും മമ്മൂട്ടിയെ അറിയുന്നവരെക്കാൾ കൂടുതൽ അത് നേരത്തെയും അയ്യപ്പനെ അറിയാം. പക്ഷെ അയ്യപ്പൻ ഇപ്പോൾ കുറച്ച് ദിവസമായി സെലിബ്രിറ്റിയാണ്. ഒരു സ്ഥലത്ത് പമ്പയിൽ ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നു. ഇപ്പുറത്ത് പന്തളത്ത് അയ്യപ്പനെ സംരക്ഷിക്കുന്ന സമ്മേളനം നടത്തുന്നു. ഇത് തീവ്ര സംഗമം എന്ന് പറയുന്നു, അത് തീവ്രത ഇല്ലാത്ത സംഗമം എന്ന് പറയുന്നു. അങ്ങനെ അയ്യപ്പൻ ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ അദ്ദേഹം ഇനി ശബരിമല വിട്ട് ഓടുമോ എന്നുള്ളതാണ് സംശയം. കാരണം ഇവന്മാരെ കൊണ്ട് ഇനി സുകുമാരൻ നായർ പറയുന്നു അയ്യപ്പന്റെ അടുത്ത് പിണറായി വിളിച്ച അയ്യപ്പൻ സംഗമത്തിൽ പോവാത്തത് കൊണ്ട് ഹിന്ദുക്കളുടെ വോട്ട് കോൺഗ്രസിന് കൊടുക്കില്ല എന്ന്. നടേശൻ വെള്ളാപ്പള്ളി നടേശൻ പറയുന്നു ശബരിമല അയ്യപ്പന് ഇഷ്ടം പിണറായിയാണ്, പിണറായിക്ക് അയ്യപ്പൻ എന്ന് പറഞ്ഞാൽ ജീവനാണ്, അതുകൊണ്ട് ഈഴവരുടെ വോട്ട് മൊത്തം CPM-നെന്ന്. ഇപ്പൊ NSSും ഈഴവനും UDF നിന്ന് CPM-ലോട്ട് പോയി. ഇനി ഇവിടുത്തെ BJP-ക്കാർ പറയുന്നു ഞങ്ങളാണ് അയ്യപ്പനെ സംരക്ഷിക്കുന്നത്, ഞങ്ങളില്ലെങ്കിൽ അയ്യപ്പൻ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവര് അയ്യപ്പനെ പിടിച്ചേക്കുന്നു. അയ്യപ്പൻ സർവ്വലോക വ്യാപി എന്നാണ് ഞാനൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പോ അദ്ദേഹം ഇനി ഇവിടെ ഇരിക്കപ്പെടുന്നത് ഈ പിന്നെ എന്താ പറയുക, ഇവന്മാരൊന്നും സമാധാനം കൊടുക്കൂല എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് അങ്ങനെ നേരത്തെ ചെന്ന് ആ മലയ്ക്ക് മുകളിൽ ഇരുന്നിട്ട് എന്തെങ്കിലും മിണ്ടിയാ പോലും എണീച്ച് വരണ്ടെന്ന് പറഞ്ഞാണ് കാലും കയ്യൊക്കെ കെട്ടി ആ പാവം മനുഷ്യൻ അവിടെ ഇരിക്കുന്നത്. അവിടെയും സമാധാനം കൊടുക്കില്ല എന്ന് തന്നെ. ചിറ്റപ്പൻ ഉണ്ടല്ലോ, ഇൻഡിഗോയിൽ കയറൂല എന്ന് ശപഥം എടുത്ത ചിറ്റപ്പൻ പറയുകയാണ് ശബരിമല ആഗോള കേന്ദ്രീകൃത സ്ഥാപനമാക്കി മാറ്റണം. അതായത് ഒരുപാട് പേര് ശബരിമലയിൽ വരണം. ശബരിമല പിന്നെ എന്താ പറയുക, ഇപ്പൊ ആഗോള കേന്ദ്രീകൃതമല്ല. പത്തനംതിട്ട, അടൂര് പിന്നെ ആ ഭാഗങ്ങളിലൊക്കെ വലിയ വികസനം ഉണ്ടാകണം. അപ്പൊ ആഗോള കേന്ദ്രീകൃതം എന്ന് പറയുമ്പോൾ പത്തനംതിട്ട, അടൂര് ഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ, റാന്നി ആ ഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് ചോദ്യം. അതവിടെ നിൽക്കട്ടെ, ചിറ്റപ്പനല്ലേ, ഇടയ്ക്കിടയ്ക്ക് കിളി പോവും കിളി വരും, അത് നമുക്ക് ക്ഷമിക്കാം. ഇപ്പോ സഹാക്കന്മാരെല്ലാം അയ്യപ്പനെ വെച്ച് താലോലിക്കുകയാണ്. ഇപ്പൊ ഹരിവരാസനമൊക്കെ പാടിയാണ് ഇപ്പൊ രാത്രി ചിറ്റപ്പ ഉറങ്ങുക. അതൊക്കെ കേട്ടിട്ട് ചിറ്റപ്പനും പിണറായിയും ഗോവിന്ദമാഷും ഒക്കെ ഉറങ്ങുക എന്നാണ് കേൾക്കുന്നത്. എന്തായാലും അയ്യപ്പ സ്നേഹം പൂത്തുലഞ്ഞ് ഇങ്ങനെ നിൽക്കട്ടെ, പൂത്തുലഞ്ഞ് തന്നെ നിൽക്കട്ടെ. പെണ്ണുങ്ങളെ കയറ്റാതിരുന്നാൽ മതി. അതായത് ഈ സാനിറ്ററി പാഡും കൊണ്ട് പോയ പെണ്ണുങ്ങളെ ദൈവത്തെ ഓർത്ത് കയറ്റാതിരുന്നാൽ മതി. ഞങ്ങൾക്ക് അത്രയേ ഉള്ളൂ. അയ്യപ്പനെ നിങ്ങൾ എത്രത്തോളം സ്നേഹിച്ചോ, അതിലൊന്നും ഞങ്ങൾക്ക് ഒരു പ്രശ്നവും ഇല്ലേ. ഞങ്ങളുടെ നിർദ്ദേശത്ത് ഇവിടുത്തെ ആചാരം സംരക്ഷിക്കുന്ന ആളുകൾക്ക് ഒരു പ്രശ്നവുമില്ല. എത്ര വേണോ സ്നേഹിച്ചോ, ആചാരം ലംഘിക്കാതിരുന്നാൽ മതി അതിൻ്റെ അകത്ത് പോയിട്ട്. ഇപ്പൊ പറയുകയാണ് സൗദി അറേബ്യയിലൊക്കെ എത്ര ഫ്ലൈറ്റുകളാണ് ഇവിടെ നിന്ന് പോകുന്നത്, ഏത് മക്ക സന്ദർശിക്കാനായിട്ട് എത്ര ഫ്ലൈറ്റ്. അതാണ് സൗദി അറേബ്യയിൽ വലിയ വികസനം അങ്ങനെയാണ് ഉണ്ടാവുന്നത്. കാരണം മക്കയിലോട്ട് ആളുകൾ പോകുന്നത് കൊണ്ടാണ് സൗദി അറേബ്യയിൽ വികസനം വന്നത് എന്നൊക്കെയാണ് പറയുന്നത്. അതായത് ശബരിമലയെ മക്കയാക്കി മാറ്റണം, മക്കയെ പോലും ആക്കി മാറ്റണം ശബരിമല, അതാണ് ആശാൻ ഉദ്ദേശിച്ചത്. പക്ഷേ ചിറ്റപ്പനോട് ഒരു കാര്യം ചോദിക്കട്ടെ, ഈ ശബരിമലയിലെ സൗദിയിലെ ഈ പിന്നെ വികസനമൊക്കെ വന്നത് മക്കയിലേക്ക് ആളുകൾ കയറി പോണോണ്ടല്ല, ഇവിടുന്ന് ഡെയിലി 10-15 ഫ്ലൈറ്റ് കൊണ്ടുപോകണോണ്ടല്ല. അവിടുത്തെ ഭരണാധികാരിക്ക് തലയ്ക്കകത്ത് മൂളയുള്ളത് കൊണ്ടാണ്. ആ ഭരണാധികാരി കൃത്യമായി അവിടുത്തെ വികസനത്തിന്റെ കാര്യത്തിലും അവിടെ പുരോഗമനത്തിന്റെ കാര്യത്തിലും അവിടുത്തെ സൗകര്യങ്ങളുടെ കാര്യത്തിലും അവിടുത്തെ പദ്ധതികളുടെ കാര്യത്തിലും അടിച്ചു മാറ്റി കുടുംബത്തിൽ കൊണ്ടു കൊടുത്തിട്ട് മക്കളെയും കുടുംബാംഗങ്ങളെയും വളർത്തുന്ന പരിപാടി അവിടെ ഇല്ല. അവിടെ ജനങ്ങൾക്കുള്ളത് ജനങ്ങൾക്ക്, അതാണ് അവിടുത്തെ ഒരു നിലപാട് എന്നൊക്കെ പറയുന്നത്. അതാണ് ആ രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് കാര്യം. പിന്നെ ഒരു മുസ്ലിം രാഷ്ട്രമാണ്, പക്ഷേ ഒരുപാട് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ജൂതരും ബുദ്ധരും പാഴ്സികളും ഒക്കെ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അവരവർക്ക് അവരുടേതായ സ്വാതന്ത്ര്യമുണ്ട്. ഇപ്പോൾ പിന്നെ നമ്മൾ കേട്ടിട്ടുണ്ട് പല രാജ്യങ്ങളിലും ഇരുന്ന പിന്നെ ഈ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അപമാനിക്കുന്നതും അല്ലെങ്കിൽ മറ്റേ ആളുകളെയൊക്കെ അപമാനിക്കുന്നവന്മാരെ അപ്പം തന്നെ തൂക്കിയെടുത്ത് അകത്തുണ്ട്. ജമ്മത്തവന്മാർ പിന്നെ ഫേസ്ബുക്കിൽ ആവശ്യമില്ലാതെ എഴുതാൻ പോവില്ല. ഈ സുഡാപ്പികളാണ് ഇതിൽ പ്രധാനം എന്ന് പറയുന്നത്. നരേന്ദ്രമോദിയെ ചീത്ത വിളിക്കുക, നരേന്ദ്രമോദിയുടെ വീട്ടിൽ ഇരിക്കുന്നവരെ ചീത്ത വിളിക്കുക, അങ്ങനെയൊക്കെയുള്ള പതിവ് രീതികൾ അവന്മാർക്കാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ആ രാജ്യത്തിന്റെ വികസനം എന്ന് പറയുന്നത് അങ്ങനെയാണ്. അല്ലാതെ ഇവിടെ അയ്യപ്പനെ വെച്ച് വോട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് അയ്യപ്പൻ ഞങ്ങളുടെ ഉയിരാണേ എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. നിങ്ങൾ അയ്യപ്പനോട് കാണിച്ചത് അല്ലെങ്കിൽ ശബരിമലയോട് കാണിച്ചത് എന്താണ് എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അതിനു മുൻപ് ശബരിമലയിൽ വികസനം ഉണ്ടാക്കാൻ ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 2018 എങ്ങാണ്ട് തയ്യാറാക്കിയ ഒരു മാസ്റ്റർ പ്ലാൻ ആണത്. അതെന്തുകൊണ്ടാണ് ഇതുവരെ നിലവിൽ വരാത്തത്?
അതെന്താ അയ്യപ്പനെ മാത്രം നന്നാക്കിയാൽ മതിയോ? ശബരിമല നന്നാക്കണ്ടേ? എല്ലാ പിന്നെ എന്താ പറയുക, ഒരുപാട് ആളുകൾ ഇപ്പൊ തിരുപ്പതി മോഡൽ മാസ്റ്റർ പ്ലാൻ ഒക്കെയാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ വരുന്ന ജനങ്ങൾക്ക് പിന്നെ ആവശ്യമായ സൗകര്യം, വൃത്തിയുള്ള സാഹചര്യങ്ങൾ, ഭക്ഷണം കഴിക്കാനുള്ള സാഹചര്യം, വിശ്രമിക്കാനുള്ള സാഹചര്യം, ഒരുപാട് നേരം ക്യൂ നിൽക്കാതെ ദൈവത്തെ കണ്ട് തൊഴാനുള്ള സാഹചര്യം, അപ്പൊ ഇതൊക്കെ ഒരുക്കേണ്ടത് ഭരിക്കുന്ന സർക്കാരിന്റെ കടമയാണ്. ഇവിടെ അയ്യപ്പനിൽ നിന്ന് കിട്ടുന്ന കാശ് മൊത്തം പിടുങ്ങി വാങ്ങുന്നതല്ലാതെ നിങ്ങൾ എന്താണ് ഇവിടെ ശബരിമലയ്ക്ക് വേണ്ടി ചെയ്യുന്നത് എന്ന് ഇതുവരെ അറിയില്ല. മാത്രമല്ല, ഒരു കോടതി വിധിയുടെ പേര് പറഞ്ഞുകൊണ്ട് നിങ്ങൾ വനിതാ മതിൽ കെട്ടി. വഖഫിനോട് ചോദിച്ചിട്ട് വേണം തീരുമാനിക്കാനെന്ന് പറഞ്ഞ് നിങ്ങൾ കോടതിയിൽ ഒരു അഫിഡവിറ്റ് കൊടുത്തു. അത് ഇപ്പൊ കോടതി കിടക്കണം, അതിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടില്ല. അപ്പോ അവരുടെയൊക്കെ കാര്യത്തിൽ പോയി ഇതുപോലെ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ തീരുമാനിക്കാനുള്ള ധൈര്യമൊക്കെ ഈ പറയുന്ന പിന്നെ എന്താ പറയുക പിണറായി വിജയൻ ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ചിറ്റപ്പനാണെങ്കിൽ പിന്നെ എന്തും പറയാലോ. എനിക്ക് ഈ പല ജ്യോതിഷന്മാരും പറഞ്ഞിട്ടാണ് പിണറായി ഇപ്പൊ അയ്യപ്പ സ്നേഹം, അതായത് മൂന്നാം പിണറായി സർക്കാർ വരണമെങ്കിൽ അയ്യപ്പനെ സന്തോഷിപ്പിക്കണം, അയ്യപ്പന്റെ ശാപമുണ്ട്, അതുകൊണ്ട് ആ ശാപം മാറ്റണമെങ്കിൽ ശബരിമലയിൽ ഒരു എന്താ പറയുക സമ്മേളനമൊക്കെ നടത്തണം. ഇനി തിരുമുടിക്കെട്ടും ഇരുമുടിക്കെട്ടും കെട്ടി പിന്നെ എന്താ പറയുക പിന്നെ പിണറായി മല ചവിട്ടുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ. ഈ പോക്കാണെങ്കിൽ പിണറായി പിന്നെ മലയും ചവിട്ടും സാധ്യതയുണ്ട്. പിണറായി മാത്രമല്ല, പിണറായി ചവിട്ടും, ഗോവിന്ദ മാഷി ചവിട്ടും, കമല മേഡം ചവിട്ടും, പിന്നെ EP ജയരാജൻ ചവിട്ടും, പിന്നെ മിത്താണെന്നാണ് ഷംസുദ്ദീൻ. ഗണപതി മിത്തെന്ന് പറഞ്ഞ ഷംസുദ്ദീനൊക്കെ അല്ല ഷംസീറൊക്കെ ഇപ്പൊ എവിടെയാണോ എന്താണോ എന്തിന് നാളെ ഷംസീറും അല്ല പിന്നെ ആഗോള ഗണപതി സംഗമം എന്നും പറഞ്ഞിട്ട് വരുമോ എന്തോ. ഗണപതിയെ അന്ന് മിത്താണ്, അല്ല ഇപ്പോൾ ഗണപതി ഉണ്ട് എന്ന് എനിക്കറിയാം. അവിടെയും സതീശൻ വെള്ളാപ്പള്ളി നടേശൻ ഒരു ഗണപതി വിഗ്രഹം കൊണ്ട് കൊടുത്തിട്ട് പണ്ടേ എനിക്കറിയായിരുന്നു ഷംസീറിനെ ഗണപതി എന്ന് പറഞ്ഞാൽ ജീവനാണ്. കമ്മ്യൂണിസ്റ്റുകാർ മുഴുവൻ ഗണപതി ഭക്തന്മാരാണ്, അവർ ഈ പറയുന്നത് പോലെയല്ല, അവരുടെ മനസ്സിൽ മുഴുവൻ ഗണപതിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുമോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. കാരണം സഹാക്കന്മാരാണ്. ഓന്ത് പോലും ഇവന്മാരെ കണ്ടിട്ട് നാണം കുടുങ്ങി അവരുടെ വംശം തന്നെ നശിപ്പിക്കാൻ അവർ തയ്യാറാക്കി നിൽക്കുന്നു എന്നാണ് പറയുന്നത്. കാരണം നമ്മുടെ ആവശ്യമില്ല, ഇവരുള്ളപ്പോൾ എന്തിനാണ് നമ്മുടെ ആവശ്യം എന്നാണ് അവർ ചോദിക്കുന്നത്. ആഗോള അയ്യപ്പ സംഘടന ഊരാളുങ്കൽ സൊസൈറ്റിയാണ് അതിന്റെ ജപ്പാൻ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് 20 കോടി ചിലവിൽ AC റൂമൊക്കെ കിടക്കിയത്. കാരണം ഊരാളുങ്കലിന് പരിപാടി ഏറ്റെടുത്താലല്ലേ പിന്നെ കമ്മീഷൻ പലർക്കും പോവുള്ളൂ. പിന്നെ പന്തൽ ഊരാളുങ്കൽ ഏറ്റെടുത്തില്ലെങ്കിൽ കമ്മീഷൻ കിട്ടൂലല്ലോ. അയ്യപ്പന്റെ പേരും പറഞ്ഞ് കുറച്ച് അടിച്ചു മാറ്റണമല്ലോ. ഒരു പഴയടം തിരുമേനിക്ക് 4500 പേരുടെ സദ്യയുടെ പൈസ കൊടുത്തു, അത് 650 പേരുടെ കൊടുത്തതെന്ന് അറിയില്ല. എന്തായാലും ശബരിമലയെ മക്കയാക്കാൻ തൽക്കാലം ചിറ്റപ്പൻ കിടന്ന് ബുദ്ധിമുട്ടുണ്ട്. അതിന് ഇവിടുത്തെ വിശ്വാസികൾ, അതായത് വിശ്വാസത്തെ പൂർണ്ണമായും സംരക്ഷിക്കുന്ന ആളുകൾ അത് സമ്മതിക്കുമെന്ന് ചിറ്റപ്പൻ വിചാരിക്കണ്ട.